ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹീതമായൊരു ദിനം നമുക്ക് ലഭിച്ചതിനായ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരു നോമ്പ് കാലഘട്ടം നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. പ്രാർത്ഥനയിലൂടെയും സഹനത്തിലൂടെയും മാറ്റിവെക്കപ്പെടുന്നതിൻ്റെ ഒരു കാലഘട്ടം. അപ്രകാരം ഈ ഒരു നോമ്പ് കാലം അനുഗ്രഹമുള്ളതായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്പനേര ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന ധ്യാന ചിന്താ വിഷയം ക്രിസ്തീയ ജീവിത ശൈലി. അതിനടിസ്ഥാനമാക്കിയുള്ള വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 12 അധ്യായം 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ഈ അധ്യായത്തിൽ സ്നേഹിക്കുവാനുള്ള പ്രബോധനത്തെക്കുറിച്ചാണ് പറയുന്നത്. എങ്ങനെയാണ് ക്രിസ്തീയ ജീവിത ശൈലി സ്നേഹത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്? സ്നേഹിക്കുവാനുള്ള പ്രബോധനം പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു തുടങ്ങുന്നത് 9 മുതലുള്ള വാക്യങ്ങളിൽ നിന്നാണ്. ക്രിസ്തീയ ജീവിത ശൈലി കേന്ദ്രീകരിക്കുന്നത് യേശു കർത്താവിന്റെ ജീവിത മാർഗത്തിലൂടെയാണ്. ആ ജീവിതത്തെ തിരിച്ചറിഞ്ഞ ദൈവമക്കളാകുവാൻ നമുക്ക് ലവ് എന്ന വാക്കിൽ സംഗ്രഹിക്കാം. ലവ് എന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏറെ സുപരിചിതമായ വാക്കാണ്. സ്നേഹം എന്ന വാക്കിന് പല ഇംഗ്ലീഷ് വാക്കുകളുണ്ടെങ്കിലും ലവ് എന്ന വാക്ക് തന്നെ ആയിരിക്കും ആദ്യം നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നത്. LOVE എന്നീ 4 അക്ഷരങ്ങളാണ് ക്രിസ്തീയ ജീവിത ശൈലിയിൽ കാണപ്പെടുന്ന 4 ഘടകങ്ങൾ. അവയിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ഒന്നാമതായി L, ലോങ് സഫറിംഗ്, നീണ്ട കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ ദീർഘക്ഷമ. എടുത്തിരിക്കുന്ന അധ്യായത്തിൽ 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് നമുക്കേറെ ബുദ്ധിമുട്ടുള്ളതായിരിക്കും. കാരണം അവയെല്ലാം യോജിപ്പിക്കുന്നത് സ്നേഹത്തിന്റെ കണ്ണികളിലാണ്. യേശു കർത്താവ് തന്റെ ലക്ഷ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ തനിക്ക് നീണ്ട കഷ്ടപ്പാടുകൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ടും തന്റെ പിതാവിനോടുള്ള സ്നേഹത്തിലും വിശ്വാസത്തിലും മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ദീർഘക്ഷമ എപ്പോഴും നമ്മളിൽ ഉണ്ടായിരിക്കണം. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു എന്ന വാക്യത്തിൽ നമ്മെ ഓരോരുത്തരോടും ക്ഷമിക്കുവാനാണ് യേശു കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്നത്. ക്ഷമ എന്നതിനപ്പുറം മറ്റൊരു സ്നേഹത്തിന് ചുവടുവെപ്പ് ഇല്ല എന്ന് തന്നെയാണ്. ചേർത്ത് നിൽപ്പിൻ്റെ ഒത്തൊരുമയുടെയും ഒരു അനുഭവം നമ്മളിൽ ഉണ്ടായിരിക്കണം. നോമ്പ് അനുഭവത്തിൽ ക്ഷമ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താനായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. രണ്ടാമതായി ഔട്ട്വേർഡ് ഫോക്കസ്ഡ്, പരസ്പര സ്നേഹം. 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ പരസ്പര സ്നേഹത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ തുറന്നു കാണിക്കുന്നത്. മറ്റുള്ളവരുടെ അവസ്ഥയെ കണ്ടു നിന്ന് സഹതിപ്പിക്കുവാനല്ല, പകരം അവന് വേണ്ടി ദൈവത്തോട് മധ്യസ്ഥ കാണിക്കുവാനും അവന്റെ ആവശ്യങ്ങളിൽ കൂടെ നിൽപ്പാനും വേണ്ടിയാണ് എന്നുള്ള തിരിച്ചറിവ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന കൽപ്പന നാം എപ്പോഴും മനസ്സിൽ ഓർക്കേണ്ടതാണ്. ദൈവത്തിന് തന്റെ കുഞ്ഞുങ്ങൾ എപ്പോഴും തന്നെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയിലും കരുതലിനോടുള്ള അനുഭവം നമ്മളിൽ ഏറെ ഉണ്ടായിരിക്കണം. ജീവിതത്തിൽ ഏറെ പ്രതിസന്ധികൾ വരുമ്പോൾ തളരാതെ കൂടെ നിൽക്കുന്ന വിശ്വാസമായിരിക്കണം ആവശ്യമായി വേണ്ടത്. പരസ്പര സ്നേഹത്തിൽ ഈ നോമ്പ് കാലം നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. മൂന്നാമതായി വിക്ടോറിയസ് ലവ്, വിജയകരമായ സ്നേഹം. 19-20 വാക്യങ്ങളിൽ പ്രതികാരം എന്നത് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ചുറ്റും നടക്കുന്ന ഒന്നാണ്. പ്രതികാരത്തിന്റെ ഏറ്റവും അടിസ്ഥാനം കോപമാണ്. കോപത്തിൽ നിന്ന് തുടങ്ങിയാണ് വലിയ പ്രശ്നങ്ങൾക്ക് വഴി തുറക്കുന്നത്. നമ്മൾ നേരത്തെ ചിന്തിച്ച ദീർഘക്ഷമ, പരസ്പര സ്നേഹം എന്നിവ ഉണ്ടെങ്കിൽ കോപത്തിന് നമ്മുടെ മനസ്സിൽ സ്ഥാനം ഉണ്ടാകുകയില്ല. ദൈവമക്കൾക്ക് നേരിടുന്ന പ്രതിസന്ധികൾക്ക് പ്രതിഫലം കൊടുക്കുന്നത് ദൈവം തന്നെയാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമാക്കുന്നു. പ്രതികാരവും പ്രതിഫലം ഇവ രണ്ടും ദൈവത്തിന്റെ കൈകളിലാണ്. പക്ഷേ അതിക്രമവും അനുഗ്രഹവും മനുഷ്യന്റെ കയ്യിലാണ്. അവയുടെ നിയന്ത്രണം നമ്മുടെ ഹൃദയങ്ങളിലാണ് എന്നുള്ള ബോധം എപ്പോഴും ഉണ്ടായിരിക്കണം. മനുഷ്യ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ സ്ഥാനം ഉറപ്പിച്ചാൽ ദൈവത്തിന്റെ അനന്തമായ സ്നേഹം നമ്മുടെ മനസ്സുകളിൽ നിറയുമെന്ന മനോഭാവം ഈ നോമ്പ് കാലഘട്ടത്തിൽ അറിഞ്ഞിരിക്കണം. നാലാമതായി എവർലാസ്റ്റിംഗ് ലവ്, നിത്യസ്നേഹം. 21 വാക്യത്തിൽ
നിത്യസ്നേഹത്തിന്റെ അവകാശികളായി ജീവിതത്തിൽ മുന്നേറുക. ദീർഘമായി ക്ഷമിക്കുന്നതിലൂടെ പരസ്പര സ്നേഹത്തിൽ പ്രതികാര മനോഭാവം ഉണ്ടാകാതെ ചേർത്ത് നിൽപ്പിന്റെയും കരുതലിന്റെയും മനോഭാവത്തിൽ നമ്മുടെ ജീവിതം പടുത്തുയർത്തുവാൻ കഴിയണം. ജയം എന്നത് പ്രശസ്തി മാത്രമല്ല, നന്മയെ ജയിക്കുന്നതിലൂടെയാണ്. നേടിയെടുക്കുന്നതിനേക്കാൾ വിട്ടുകൊടുക്കുന്ന അനുഭവം നമ്മളിൽ ഉണ്ടായിരിക്കണം. 1 കൊരിന്ത്യർ 13:13 ഇപ്രകാരം പറയുന്നു: ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ 3 നിലനിൽക്കുന്നു, ഇവയെ വലുതോ സ്നേഹം തന്നെ. ഇവിടെ സ്നേഹത്തിനാണ് ഏറെ പ്രാമുഖ്യം നൽകിയിരിക്കുന്നത്. സ്നേഹത്തിന്റെ ഇടപെടലുകൾ ഏത് സാഹചര്യത്തിലും അനുകൂലമായി തീരും എന്ന് 21-ാം വാക്യത്തിൽ പറയുന്നു. അപ്രകാരം സ്നേഹത്തിന്റെ ചുവടുവെപ്പ് കൊണ്ടും ഇടപെടലുകൾ കൊണ്ടും ദൈവത്തിന്റെ മുഖമുദ്ര നമ്മളിൽ പ്രകാശിക്കുന്നതിന് ഏറെ സഹായകമാകും എന്ന തിരിച്ചറിവ് എപ്പോഴും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഉണ്ടായിരിക്കണം. പ്രിയമുള്ളവരെ, ലവ് എന്ന വാക്യത്തിൽ ഏറ്റവും കേന്ദ്രീകൃത വിത്ത് എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ കണ്ണികളാണ്. ആ കണ്ണികൾ ചേർത്ത് വെച്ചാൽ ദൈവത്തിന്റെ മക്കളായി തീരുവാൻ കഴിയുമെന്ന് ഉറപ്പ് ദൈവം നൽകുന്നു. ജീവിതത്തിൽ ലവ് അല്ലെങ്കിൽ സ്നേഹം ഉണ്ടെങ്കിൽ എന്തിനേയും ഏതിനേയും പിടിച്ചെടുക്കുവാൻ കഴിയുമെന്ന് ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്രകാരം ജീവിതത്തിൽ ദൈവത്തിന്റെ സാക്ഷികളായി തീരുവാൻ ഈ നോമ്പ് കാലം കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.